സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരണി നക്ഷത്രത്തിന്റെ ജൂൺ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ജൂൺ 2025 ഭരണി നക്ഷത്ര ജാതകരോട് ടാരോട്ട് റീഡിംഗിലൂടെ എന്താണ് പ്രപഞ്ചശക്തി മെസ്സേജ് ആയി പറയുന്നത് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 9 of Wands, 2 of Wands, 5 of Pentacles, 10 of Pentacles, the Lovers. ഇവിടെ 9 of Wands തരുന്ന സൂചന, കുറച്ചു നാളുകളായി വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിലായിരുന്നു നിങ്ങൾ. ഇമോഷണലിയും മാനസികമായും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് നെവർ ഗിവ് അപ്പ് എന്നാണ്. നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കുന്ന ഒരു സമയമായിരുന്നു. നിങ്ങളുടെ ശക്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി സംരക്ഷിക്കുക, മുന്നോട്ട് പോവുക എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഈ ഒരു മാസം നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. ഒരു ജോലി മാറ്റം, സ്ഥലമാറ്റം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടുന്ന ഒരു സമയമാണിത്. എങ്ങനെയുള്ള ലൈഫ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ, അതിലേക്ക് എത്താൻ വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക എന്നും ഈ 2 of Wands എന്ന കാർഡ് സൂചിപ്പിക്കുന്നു. ഇവിടെ 5 of Pentacles വന്നതുകൊണ്ട് ധനപരമായി ബുദ്ധിമുട്ടുകൾ, ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ചിന്തിക്കുക, അത് താൽക്കാലികമാണ്. അത് നിങ്ങൾക്ക് മൗനമായി സഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തനിച്ചല്ല, നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും. അവരോട് ഫിസിക്കലിയും മെന്റലിയും ഒക്കെയുള്ള ഒരു സപ്പോർട്ട്, അഡ്വൈസ് ഒക്കെ നിങ്ങൾ ചോദിക്കുക. ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ് എന്ന് ഈ കാർഡ് പറയുന്നു. കഷ്ടപ്പാടിൽ നിന്നും സമൃദ്ധിയിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്ന കാർഡാണ് 10 of Pentacles. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഫാമിലി സപ്പോർട്ട് ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ്. പാരമ്പര്യ സ്വത്തൊക്കെ കിട്ടാനുള്ള ഒരു അവസരമുണ്ട് ഈ ഒരു മാസം. നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്, അത് ധനമായാലും നിങ്ങളുടെ സമയമായാലും എനർജി ആയാലും ഒക്കെ ഫലം ഉണ്ടാവും എന്ന്. ഇവിടെ ലവേഴ്സ് എന്ന കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരു പാർട്ട്ണറിനെ കിട്ടും. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളവരാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം സ്ട്രോങ് ആവും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ആഴം എന്താണെന്ന് വെളിവാകുന്ന ഒരു സമയം കൂടിയാണ്. അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും. ഇനി കരിയറിൽ ആണെങ്കിൽ നിങ്ങൾ ഭയത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും പുറത്ത് തീരുമാനങ്ങൾ എടുക്കാതെ മനസ്സിന്റെ ഇഷ്ടം, പാഷൻ ഇവ കൂടി ഫോളോ ചെയ്യാനായിട്ട് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.